ഇപ്പൊ ഒരു പാർലമെന്റ് സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. എന്താ പാർലമെന്റ് സെക്ഷൻ ഇന്ത്യ സഖ്യത്തിന്റെ അവസ്ഥ? ഏതെങ്കിലും ഒരു മതനിരപേക്ഷത ചിന്തിക്കുന്ന പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടിയെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുഖ്യ പാർട്ടിയെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുണ്ടോ? കോൺഗ്രസിന് അധികാരം മാത്രം മതി. അപ്പൊ മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം BJP നടത്തുമ്പോൾ ആ മതനിരപേക്ഷത സംരക്ഷിക്കേണ്ട ആവശ്യം നമുക്കാണ്. ജനാധിപത്യ പ്രക്രിയ എവിടെ എത്തി? ഇനി നമ്മുടെ ഫെഡറൽ സംവിധാനം എവിടെ എത്തി? ഞാനതെല്ലാം വിശദീകരിച്ച മണിക്കൂറിൽ സംസാരിക്കുന്നില്ല. ഇപ്പൊ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അനീതി എത്ര വലിയ അനീതിയാണ്. ഓരോ സംസ്ഥാനത്തോടും അനീതി കാണിച്ചോണ്ടിരിക്കല്ലേ. BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ കേരളം അടക്കം എന്താ നമ്മോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം? കേരളം അടക്കം നമ്മോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം എന്താണ്? നമുക്കൊരു 10 പൈസ ആക്കുന്നില്ല. ഇവിടെ നിന്ന് പൈസ ടാക്സ് പിരിച്ചോണ്ട് പോവാണ്. GST വഴി ഏകീകൃത ടാക്സ് രാജ്യത്തെ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ഏകീകൃത ടാക്സ് പിരിച്ചോണ്ട് പോകുന്നത്. ആ ടാക്സ് പ്രകാരം നമ്മുടെ സംസ്ഥാനത്തിന് 100 രൂപ പിരിച്ചോണ്ട് പോയാൽ ലഭിക്കേണ്ടത് മിനിമം 50% കിട്ടണം. 30% തരുന്നത്. എങ്ങനെ ഒരു സ്റ്റേറ്റിയുടെ വികസനം നടത്തും? സംസ്ഥാന കേന്ദ്ര പദ്ധതികൾ, ജോയിന്റ് പ്രോജക്റ്റുകൾ, ആ ജോയിന്റ് പ്രോജക്റ്റുകളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ഒഴിഞ്ഞിട്ട് നേരിട്ട് ഗുണഭോക്താക്കൾ പണം കൊടുക്കുന്നു. ഇപ്പൊ 65 ലക്ഷം കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട്. 65 ലക്ഷത്തിൽ 1300 രൂപ സ്റ്റേറ്റും 300 രൂപ സെൻട്രലുമാണ്. ഇപ്പൊ 1300 നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. 300 രൂപ സെൻട്രൽ ഗവൺമെന്റ് ആണ് നേരിട്ട് അയച്ചു കൊടുക്കുക. ഇത് നേരിട്ട് അയച്ചു കൊടുക്കാൻ ഇവരുടെ തേങ്ങയുടെ കാശാണോ? ഈ രാജ്യത്തെ ജനങ്ങളുടെ ടാക്സ് അല്ലേ? ആ 300 രൂപ ഈ സ്റ്റേറ്റിന് തന്ന് 1600 രൂപ ഗുണഭോക്താവായിട്ടുള്ള പാവപ്പെട്ട അമ്മയുടെ അപ്പന്റെ കയ്യിലേക്ക്, ഈ 65 ലക്ഷം മാതാപിതാക്കളുടെ കയ്യിലേക്ക് ഈ പണം എത്തിക്കുന്നതിന് പകരം ആ പെൻഷൻ പദ്ധതി ഈ കേരളത്തിൽ തകർക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് 4-5 മാസം കുടിശ്ശിക വന്നത്. നമ്മൾ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ ആ പെൻഷൻ കൊടുക്കാനുള്ള വലിയ ശ്രമം നമ്മൾ നടത്തുകയാണ്. ഇതിന് ഏറ്റവും അവസാനം വയനാട് വിഷയം തന്നെ ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നത് ഒറ്റക്കാര്യം അവസാനിപ്പിക്കും. ഇത്ര ആളുകൾ മരിച്ചു, ഇനി ആളുകളെ കാണാനുണ്ട്. എത്ര ഹൃദയഭേദകമായ ഒരു രംഗമാണ് വയനാട്. ഞങ്ങളൊക്കെ അവിടെ പോയിരുന്നു. ആ വയനാട് നടന്നൊരു കണക്ക് പറയുകയാണ്. ഈ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം വെള്ളം പൊങ്ങി 1000 കോടി രൂപ പിടിഞ്ഞു കൊടുക്കും. വെള്ളം പൊങ്ങിയും 3 ദിവസം മുമ്പ്, 2 ദിവസം, 1 ദിവസം 1000 കോടി രൂപ കൊടുക്കേണ്ടവരെ തമിഴ്നാട് കൊടുക്കണം. ഇത്രയും വലിയൊരു ദുരന്തം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത് വയനാട്. ആ ചുഴൽമലയിൽ ഉണ്ടായ സംഭവം, 100 കണക്കിന് ആളുകൾ മരിച്ച സംഭവം, എല്ലാം നശിച്ചു. 1000 ആളുകളുടെ വീടുകൾ നശിച്ചു. അവിടെ കൃഷിഭൂമി മുഴുവൻ ഒഴുകിപ്പോയി. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് വന്നല്ലോ കണക്ക് ചോദിക്കുകയാണ്. നിങ്ങൾ കണക്ക് തന്നോ? നിങ്ങൾ പിന്നെ ചോദിച്ചോട്ട് എന്താ ഇതിന് മാത്രം കണക്ക് തരാം? 2200 കോടി രൂപ സ്റ്റേറ്റ് ചോദിച്ചു. നിങ്ങൾ 2200, നിങ്ങൾ 100 രൂപ, നിങ്ങൾ 100 രൂപ. പിന്നെ കണക്ക് പറയാം. ഒരാള് ചത്ത് കുടിപാടത്തിലേക്ക് പോകുമ്പോഴാണോ കണക്ക് ചോദിക്കേണ്ടത്? BJPയുടെ നേതാക്കന്മാരുടെ കേൾക്കുന്നുണ്ടാവില്ല, മറുപടി പറയണം. നിങ്ങൾ വയനാട് ദുരന്തം നിങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ കേരളത്തിൽ ഇളക്കാൻ പോകുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്, ഓർത്തോണം. ഈ കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരൊന്നുമല്ല. എന്ത് ന്യായീകരണമാണ് നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത്? ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ എങ്ങനെയാണ് പണം? പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് എവിടുന്നാണെങ്കിലും എവിടുന്നാലും ഉണ്ടാക്കി ഞങ്ങൾ ഉറപ്പിച്ചു. ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, അവിടെ ദുരിതമനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഞങ്ങൾ നടപ്പാക്കും. പക്ഷെ BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് ലൈൻ എന്താണ്? ഇതാണ് ഫെഡറൽ സംവിധാനം ഇന്ത്യയിലെ. അവരുടെ ഓരോ സംവിധാനങ്ങൾ, NIA, CBI, കസ്റ്റംസ്, കൺട്രോൾ അതോറിറ്റി, നിങ്ങൾ നോക്കൂ. ഏതെല്ലാം സർക്കാർ സംവിധാനങ്ങളുണ്ടോ സ്റ്റേറ്റുകൾക്ക് ഉപയോഗിക്കല്ലേ? ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ നേതാക്കന്മാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കല്ലേ? ഇതല്ലേ വസ്തുത? അങ്ങനെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം തകർന്ന് തരിപ്പണമായി ഈ രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ വ്യത്യസ്തതയോടുകൂടി ജനങ്ങളെ കാണുന്ന, സംസ്ഥാനങ്ങളെ കാണുന്ന, ജനവിഭാഗങ്ങളെ കാണുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെയാണ് CPM ചോദ്യം ചെയ്യുന്നത്. രാജ്യത്തെ കൃഷിക്കാർക്കെതിരായി ഉണ്ടാക്കിയ നിയമം, പാർലമെന്റ് അവതരിപ്പിച്ച നിയമം, കോർപ്പറേറ്റുകൾക്ക് ഭൂമി ഏതവസരത്തിലും ഏറ്റെടുക്കാൻ കഴിയുന്ന നിയമം ഇന്ത്യൻ പാർലമെന്റ് കൊടുത്തു. ഇപ്പോൾ ഇന്നലെ കൃഷിക്കാരുടെ സമരം, അവിടെ കണ്ണീർവാതകം ഉപയോഗിച്ച് എത്ര കൃഷിക്കാരാണ് ഹോസ്പിറ്റലൈസ് ചെയ്ത്? എത്ര കാലമായി ഇന്ത്യയിലെ കൃഷിക്കാരുടെ സമരത്തിലാണ്? ഇന്ത്യയിലെ ദളിത് ആദിവാസി വിഭാഗം അനുഭവിക്കുന്ന ദുരിതം എന്താണ്? ഇത്ര ജാതീയമായി ഞാൻ ചോദിക്കട്ടെ, 10 വർഷം കഴിഞ്ഞല്ലേ നിങ്ങൾ ഭരിക്കാൻ? നിങ്ങൾ ഹിന്ദുത്വമാണല്ലോ പറയുന്നത്. ഈ രാജ്യത്തെ ദളിത് ആദിവാസികൾ ഭൂരിപക്ഷം നിങ്ങളുടെ ഹിന്ദുക്കളല്ലേ? നിങ്ങൾ പറയുന്ന ഹിന്ദുക്കളാണല്ലോ. ആ പാവപ്പെട്ടവന് റോഡിലൂടെ സഞ്ചരിക്കാൻ, ക്ഷേത്രത്തിൽ പോയി എല്ലാവരെയും പോലെ ആരാധിക്കാൻ, സ്കൂളിൽ പോയി എല്ലാവരോടൊപ്പം പഠിക്കാൻ ഈ രാജ്യത്ത് നിങ്ങൾ ഭരിക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനം ഒഴിച്ച് നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും ഒരു അവകാശം ജനവിഭാഗത്തിന് കിട്ടിയോ? രാഷ്ട്രപതിയായിട്ടാണ് വെച്ചു, ഞങ്ങൾ സമ്മതിച്ചു, അത് നല്ല കാര്യമാണ്. പക്ഷേ മതില് കെട്ടിയല്ല ഇന്നും സഞ്ചരിക്കുന്നത്. എന്താണ് ഈ രാജ്യത്തെ ആദിവാസി ദളിത് വിഭാഗത്തിന്റെ ഒന്ന് കുഴിച്ചുകൂടുതല്ലേ? എത്ര ദുഃഖകരമായ വിഷയങ്ങളാണ്, സംഭവങ്ങളാണ് ഓരോ ദിവസം പുറത്തു വരുന്നത്.
എത്ര വലിയ ആക്രമണങ്ങൾ, എത്ര വലിയ പീഡനങ്ങളാണ് ദളിത് ആദിവാസി വിഭാഗങ്ങൾ ഇന്ത്യയിൽ നേരിടുന്നത്. നിങ്ങൾ ഓരോ സ്റ്റേറ്റിൽ പോയി പരിശോധിക്കണം. എത്ര ദുർബലരായ മനുഷ്യരാണ് അവിടെ. ഈ കേരളത്തിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഈ കേരളത്തിലെ ആ ജനവിഭാഗമൊക്കെ ഒന്നാം തരത്തിലേക്ക് മാറി. വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി, സാംസ്കാരികമായി, സാമൂഹ്യമായി വലിയ പുരോഗതി കൈവരിച്ചു. ആ പുരോഗതി കൈവരിക്കാൻ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയൊരു പങ്കുണ്ട്. ഒരുപാട് ആളുകളുടെ മരിച്ചു വീണ് അതിന്റെ പങ്കുണ്ട്. ഗവൺമെന്റിന്റെ നയങ്ങളുണ്ട്. 1957 ഒരു മീറ്റർ ഭൂമി ഈ കേരളത്തില് ഈ ജനവിഭാഗത്തിന് കൈവശമില്ലായിരുന്നു. അവര് മരിച്ചാൽ കുടിച്ചിടാൻ 6 അടി മണ്ണിന് അവകാശമില്ലായിരുന്നു. അങ്ങനെയുള്ള കേരളത്തിലെ 57 ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, EMS ഗവൺമെന്റ് കുടിയടപ്പുകാരന് കുടിയടപ്പ് ഭൂമി ജന്മാവകാശമായി കൊടുത്തത്. അതുകൊണ്ട് മാറ്റമുണ്ടായി. സാമൂഹ്യ നവോത്ഥാന മൂവ്മെന്റുകൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, പൊയ്യലപ്പച്ചൻ തുടങ്ങി ഒരുപാട് സാമൂഹ്യ നവോത്ഥാന നായകന്മാരുടെ സമര പോരാട്ടം. ആ സമര പോരാട്ടം ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും നടന്നു. പക്ഷെ അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതാണ് ഈ കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത്. ആ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വർഗീയത പറഞ്ഞ് ഇടതുപക്ഷത്തിന് എതിർക്കാനുള്ള മനസ്സുണ്ടാക്കാൻ വേണ്ടിയല്ലേ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നത്. ആ പാവപ്പെട്ടവന്റെ ഇന്ത്യയിലെ സ്ഥിതി എന്താ? ഈ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ ഇന്ത്യയിലെ സ്ഥിതി എന്താ? BJP മറുപടി പറയണ്ടേ? അതാണ് CPM ചോദ്യം ചെയ്യുന്നത്. ഈ രാജ്യത്ത് തൊഴിൽ കൊടുക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും സർക്കാർ മേഖല തൊഴിലുണ്ടോ? എല്ലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കല്ലേ? ഇപ്പൊ ഒരു കണക്ക് പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഇന്ത്യയിലെ 40% സ്വത്ത് രാജ്യത്തെ 1% കൈവശമാണ്. ഞെട്ടിപ്പിക്കുന്നത് 40% സ്വത്ത് 1% കൈയിലാണ്. എന്ന് വെച്ചാൽ രാജ്യത്തെ 1% ആളുകളാണ് സമ്പത്ത് മുഴുവൻ കൈവശപ്പെട്ടിരിക്കുന്നത്. ഇതല്ലേ ചൂഷണം? ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന? അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഈ ചൂഷണത്തിനെതിരായി നിലപാട് സ്വീകരിക്കേണ്ട ഭരണഘടന, ഉറപ്പാക്കേണ്ട മൗലിക അവകാശങ്ങൾ ഉറപ്പാക്കേണ്ട ഭരണ സംവിധാനം ഉറപ്പാക്കുന്നുണ്ടോ? അതാ ചോദ്യം ചെയ്യേണ്ടത്. അത് ചോദ്യം ചെയ്താൽ പിന്നെ വലിയ ഭരണഘടനാ പ്രശ്നമാകും. ഞാനതിലേക്ക് പോകുന്നില്ല. ഇതൊക്കെയല്ലേ ചോദ്യം ചെയ്യേണ്ടത്. യഥാർത്ഥത്തിലുള്ള അവസ്ഥ, സ്ത്രീകളുടെ അവസ്ഥ എന്താ രാജ്യത്ത്? BJP ഭരിക്കുന്ന രാജ്യത്ത് സ്ത്രീകളുടെ, കേരളത്തിലെ സ്ത്രീകളെ പോലെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഗ്രാമീണ മേഖലയിൽ സ്ത്രീകൾക്ക് ഈ സ്വാതന്ത്ര്യം ഉണ്ടോ? ഈ അവസരം ഇവിടെ 50% സംവരണം കൊടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുടുംബശ്രീ 10-70 ലക്ഷം ആളുകൾ കുടുംബശ്രീ അംഗങ്ങളായി. നമ്മുടെ കേരളത്തിലെ നമ്മുടെ സഹോദരിമാരത്രയും ഒരു പ്രൊട്ടക്ഷൻ, ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ? BJP-കാരൻ പറയുന്നത് നാരി പൂജ നടത്തും. നിങ്ങളോട് നിങ്ങളുടെ എവിടെയെങ്കിലും ഉണ്ടോ ഈ നാരിയോടുള്ള സ്നേഹം? അപ്പൊ രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർന്നു, തൊഴിൽ മേഖല തകർന്നു, തൊഴിലാളികളെതിരായി സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല മുഴുവൻ ഇത് കാവുവൽക്കരിക്കല്ലേ? എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ? എല്ലാം ബ്രാൻഡിംഗ് ആണ്. മോദിയുടെ ഫോട്ടോ വെച്ചില്ലെങ്കിൽ 10 പൈസ തരത്തില്ല. റേഷൻ കടയിൽ പോയി 3 കിലോ അരി മേടിക്കണേ മോദിയുടെ ഫോട്ടോ ഒട്ടിച്ചു നോക്കണം. എങ്കിലും അരി മേടിക്കാൻ പറ്റൂ. കേന്ദ്ര സബ്സിഡി അതിന്റെ 75-80% നമ്മളാ കൊടുക്കുന്നത്. നമ്മൾ കൊടുത്താൽ പിണറായി വിജയന്റെ ഫോട്ടോ വെക്കുന്നില്ലല്ലോ, മോദിയുടെ ഫോട്ടോ വെക്കണം. ഇപ്പൊ ലൈഫ് മിഷന്റെ വീട് കൊടുക്കും. 4 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ 1,20,000 രൂപ ലൈഫ് മിഷൻ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി. കേന്ദ്ര ഗവൺമെന്റ് പണം 80,000 മുതൽ 1 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെന്റ്. ബാക്കിയുള്ള പണം 3,80,000 രൂപ അല്ല 4 ലക്ഷം നമ്മൾ കൊടുക്കും. അല്ല 2,80,000 3 ലക്ഷം രൂപ. ഇപ്പൊ എന്താ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ ബ്രാൻഡ് ചെയ്യണം. മോദിയുടെ ഫോട്ടോ എല്ലാ വീടും ഒട്ടിച്ചു നോക്കണം. തജിക്കറിയാൻ 4 ലക്ഷം വീട് കിട്ടി. വീട് വരുന്ന പ്രധാനമന്ത്രി മോദിയുടെ ഫോട്ടോയുടെ നോക്കണം. ബ്രാൻഡ് ചെയ്യണം. രാവിലെ ഞാൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി തിരിച്ചു വരുമ്പോൾ തൊഴിലേ കയറാൻ പറ്റും. കാരണം മോദിയുടെ വീടാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും BJP ഭരിക്കുന്നത് ഈ ബ്രാൻഡിംഗ് നടപ്പാക്കി. കേരളം നടപ്പാക്കിയില്ല. ഞങ്ങൾ പറഞ്ഞു ഈ മലയാളി കേരളക്കാരൻ എന്തെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആത്മാഭിമാനമുള്ളവരാണ്. ഒരു മുഖ്യമന്ത്രിയുടെ, ഒരു പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് ബ്രാൻഡ് ചെയ്യാനുള്ളതല്ല. അവന്റെ ആത്മാഭിമാനം, അവന് കിട്ടുന്നത് അവന്റെ അവകാശമാണ്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് കൊടുക്കുന്നത്. അതാണ് കേരളത്തിലെ ലൈഫ് മിഷൻ വീടുകൾ. അത് ബ്രാൻഡ് ചെയ്യാൻ ഇപ്പൊ കാശില്ല. ഇപ്പൊ നാട്ടുകാരെ എന്റെ ലൈഫ് മിഷന്റെ കാശ് കിട്ടത്തില്ല. കാരണം മോദിയുടെ ഫോട്ടോ വെച്ചില്ല. ഒരു ബീഡിയുടെ ഒരു കൂടിറക്കിയാൽ പോലും കേന്ദ്ര ഗവൺമെന്റ് പൈസ ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ മോദിയുടെ ഫോട്ടോ. നേരത്തെ അതിനകത്ത് കൂടുതൽ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അടുത്തെങ്കിൽ ഇപ്പോ മോദിയുടെ ഫോട്ടോ വെച്ചാൽ മതി, ആരോഗ്യത്തിന് പ്രശ്നമുണ്ട്. അതുവരെയാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. എല്ലാം ബ്രാൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസം വേണം. 10-20% പണം പാഠപുസ്തകത്തിൽ തന്നാൽ 20% പണം യൂണിഫോമിൽ തന്നാൽ ആ 20% പണം തന്നാൽ യൂണിഫോമിലും ബ്രാൻഡ് ചെയ്യണം. അവിടെ മോദിയുടെ ഫോട്ടോ വെക്കണം. കൊച്ചു പിള്ളേരുന്ന യൂണിഫോമിൽ വരെ മോദിയുടെ ഫോട്ടോ വെക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ രാജ്യത്തെ BJP. അല്പം അർദ്ധരാത്രി കുടപിടിക്കും. ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം അത് തുല്യമായി ഈ രാജ്യത്തെ പാവപ്പെട്ട ആൾക്ക് വീതിച്ചു കൊടുത്ത് അവനെ സാമൂഹ്യമായി അവനെ ഉയർത്താൻ വേണ്ടി അവന്റെ സാമ്പത്തിക മേഖല അവന്റെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെ ശാക്തീകരിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് ഏത് പണം കൊടുത്താലും ബ്രാൻഡ് ചെയ്യാം. ഇപ്പൊ വിശ്വകർമ്മർക്ക് ഒരു സ്കീം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരണം. ഈ രാജ്യത്തെ വിശ്വകർമ്മ ജനവിഭാഗം വളരെ പിന്നിലാണ് സാമൂഹ്യമായും സാമ്പത്തികമായി. ആ ജനവിഭാഗത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എന്തെല്ലാം സ്കീമുകൾ കൊണ്ടുവന്നു.
എന്തെല്ലാം സ്കീമുകൾ. റൂറൽ ആർട്ട് ഹബ് എന്ന് പറയുന്നത് എന്റെ ഒപ്പനെ കൊണ്ടുവന്നിട്ടുണ്ട്. റൂറൽ ആർട്ട് ഹബ് ഈ കല്യാശ്ശേരിയിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ 10-20 യൂണിറ്റുകളുണ്ട്. ആ വിഭാഗത്തിലെ സ്ത്രീകളെ സംഘടിപ്പിച്ച് അവരുടെ കലാപരവും കൈവിരുതും അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയുള്ള റൂറൽ ആർട്ട് ഹബുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ പല രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. വിശ്വകർമ്മ വിഭാഗം കാരണം സമൂഹത്തെ അവരെ ഉയർത്തേണ്ട ഒരു വിഭാഗമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഇപ്പൊ എന്താ ബിജെപിയുടെ വാർഡ് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും യോഗം വിളിച്ചു കൂട്ടുകയാണ്. വിശ്വകർമ്മ വിളിച്ചിട്ട് പറയാണ് മോദിയുടെ പണം ഈ രാജ്യത്തെ വിശ്വകർമ്മർക്കെല്ലാം സേവനം നൽകാൻ വേണ്ടി മോദിയുടെ പണമാണ്. ഇവിടെ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് എന്തിനാണ് ഇരിക്കുന്നത്? ബിജെപിയുടെ വാർഡ് പ്രസിഡന്റ് ആണോ ഇന്ത്യയിലെ ടാക്സ് വിധിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റോ ജില്ലാ പ്രസിഡന്റാണോ? ഒരു പരസ്യമായി പങ്കെടുക്കല്ലേ? അവിടെ എന്തിനാ പരസ്യമായി പങ്കെടുക്കുന്നത്? ആ വിശ്വകർമ്മ സമൂഹത്തിനിടയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുക, പണം അവർക്ക് കൊടുക്കുന്നു എന്ന് വരുത്തി അവരെ ചൂഷണം ചെയ്യുകയാണ്, അതുപോലെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ നിന്നുണ്ടായിരുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ബിജെപിയുടെ നയങ്ങളെ ചെറുക്കാനുള്ള കരുത്ത് ജനമുന്നേറ്റം ഉണ്ടാക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക്. അതാണ് CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസ്. നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ എല്ലാ മേഖലയും വികസിക്കല്ലേ. ഇവിടെ ഏരിയ സെക്രട്ടറി ശശികുമാർ പറഞ്ഞത് ഇപ്പൊ വികസനം നടത്തുന്നതാണ് പ്രശ്നം. ഒന്ന് നടത്താതിരുന്നാണ് യാതൊരു പ്രശ്നമില്ല. ഈ മണ്ഡലത്തിലാണെങ്കിൽ ഈ മണ്ഡലത്തിൽ പുറത്താണെങ്കിലും കേരളത്തിലെമ്പാടും വികസനം നടത്തുന്നതാണ് പിണറായി വിജയനോടോ അല്ലെങ്കിൽ അത് നേതൃത്വം കൊടുക്കുന്നതോടൊക്കെയുള്ള വിരോധം. നാഷണൽ ഹൈവേ എടുത്ത് പരിശോധിക്കും. ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കാൻ നാഷണൽ ഹൈവേ പണിയുന്നത് സെൻട്രൽ ഗവൺമെന്റ്, അതിന് ഭൂമി ഏറ്റെടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ്. NC റോഡ് പണിയുന്നത് സംസ്ഥാന ഗവൺമെന്റ്, അതിന്റെ ഭൂമി ഏറ്റെടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. ആ നാഷണൽ ഹൈവേ പണിയണമെങ്കിൽ 27 വർഷം തീരുമാനിച്ചത് ഞങ്ങൾ പണിയണമെങ്കിൽ നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കാൻ പണം തരണം എന്ന് വെച്ചാൽ ഈ പണി നടത്താതിരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ നമ്മൾ പണം കൊടുക്കാന്ന് പറഞ്ഞു. 6000 കോടി രൂപ കൊടുത്തു, ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു. യാഥാർത്ഥ്യമാകുന്നില്ലേ? ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഈ നാഷണൽ ഹൈവേ പണിയാൻ ഒരു ചെറുതെന്ന് ഇറക്കിയോ? ഇവിടെ വികസനത്തെ പറ്റി പറയുന്ന കോൺഗ്രസ്സുകാരുടെ ചോദിക്കുക. ഈ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ മുമ്പത്തെ കാലത്ത് എന്താ ചെയ്തത് നിങ്ങൾ? ദേശീയ ജലപാത കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ ബെക്കൽ മുതൽ കോളം വരെയുള്ള ദേശീയ ജലപാത 630 കിലോമീറ്റർ, അത് 420 കിലോമീറ്റർ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരു ബോട്ട് ബെക്കലിൽ നിന്ന് വിട്ടാൽ കോവളത്ത് വരും. അനന്തമായ ടൂറിസം സാധ്യത. ഇന്നിപ്പോ 400-420 കിലോമീറ്റർ നിർമ്മാണം പൂർത്തീകരിച്ചു. നിങ്ങളുടെ കാലത്ത് 1 രൂപയുടെ സഹായം നിങ്ങളുടെ കാലത്ത് ഈ ദേശീയ ജലപാതയ്ക്ക് വേണ്ടി ചെയ്തോ? സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഈ മണ്ഡലത്തിലടക്കം നടക്കല്ലേ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ചെങ്ങന്നൂരിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു? രാമേന്ദ്രൻ സാറോട് മത്സരിച്ച് 2014 ഞങ്ങൾ പറഞ്ഞു, 1 മീറ്റർ പൈപ്പ് ഈ കോൺഗ്രസ്സുകാരൻ മൂത്രം ഒഴിക്കാനെങ്കിൽ ഈ മണ്ഡലത്തിൽ എവിടെ ഇട്ടിട്ടുണ്ടോ? സിമ്പിളായിട്ടാണ് ചോദിച്ചത്. എന്നുവെച്ചാൽ അവന്റെ വീട്ടിൽ പേടിച്ചിരിക്കുമ്പോൾ മൂത്രം ഒഴിക്കാൻ ട്യൂബ് വഴി പോട്ടെ എങ്കിലും ഒരു പൈപ്പ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ? 625 കോടിയുടെ പദ്ധതി ഈ മണ്ഡലത്തിൽ നടക്കും. നാടായ പൈപ്പുകളല്ലേ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി. ചെങ്ങന്നൂരിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, അല്ല കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, കേന്ദ്ര വിഹിതമുണ്ട്. BJP-ക്കാർ പറയുന്നത് നിങ്ങളുടെ കേന്ദ്ര വിഹിതം പറഞ്ഞാൽ ഇവിടുന്ന് വിരിച്ചു പോകുന്ന ടാക്സിനകത്ത് നിങ്ങൾ 10% തരുന്നുണ്ട്. പക്ഷെ ഇവിടെ നടപ്പാക്കുന്ന പദ്ധതിയിൽ 80% കിഫ്ബി സ്റ്റേറ്റ് ഗവൺമെന്റ് പണമാണ്. പൈപ്പ് ലൈനിൽ മാത്രമാണ് നിങ്ങളുടെ കുറച്ച് പണം. എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് സംസ്ഥാനത്തിന് സാമ്പത്തികമായി സഹായിക്കേണ്ട ജോയിന്റ് പ്രോജക്റ്റ് അല്ലേ? ഈ ജോയിന്റ് പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എല്ലാ മണ്ഡലം നടക്കുന്നു. ഈ മണ്ഡലം നടക്കുന്നു. ഗ്യാസ് ലൈൻ എന്തായാലും നമ്മുടെ നാടിന്റെ സ്ഥിതി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് നേരിട്ട് പൈപ്പ് വഴി ഗ്യാസ് വരുന്നില്ലേ? അത് വരുന്ന സംവിധാനത്തിൽ എത്തിയില്ല. ഈ പാലപ്പുഴ ടൗണിലൊക്കെ ആയി കഴിഞ്ഞു. 1 വർഷത്തിനുള്ളിൽ നമ്മുടെ വീടുകളിലടക്കം പൈപ്പ് വരും. ഒന്ന് തിരിച്ചാൽ മതി. നടക്കത്തില്ലെന്ന് പ്രതീക്ഷയല്ലേ? മലയോര ഹൈവേ നിങ്ങൾ പുനലൂർ പത്തനാപുരം റോഡിൽ സഞ്ചരിക്കൂ. നമ്മുടെ തൊട്ടടുത്താണ്. ഇത്ര മനോഹരമായ മലയോര ഹൈവേ നിർമ്മിച്ചിരിക്കും. UDF-ന്റെ കാലത്ത് മലയോര ഹൈവേ പറ്റി സ്വപ്നം കണ്ടിട്ടുണ്ട്. തീരദേശ ഹൈവേ അതിനുവേണ്ടിയുള്ള സ്ഥലമേറ്റെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ തിരുവനന്തപുരത്തെ പോർട്ട്, വിഴിഞ്ഞം പോർട്ട്, ഞങ്ങളൊക്കെ അതിനു വേണ്ടി ഒരുപാട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ വിഴിഞ്ഞം പോർട്ടിന് എഗ്രിമെന്റ് ഒപ്പിട്ടേച്ച് പോയ പോക്കല്ലേ? എഗ്രിമെന്റിൽ തന്നെ പ്രശ്നമുണ്ട്. എന്നാലും ആ പോർട്ട് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടിയുള്ള 6600 കോടി രൂപ മുഴുവൻ പണവും സംസ്ഥാന ഗവൺമെന്റാണ് കൊടുക്കുന്നത്. ഓർത്തോണം, BJP-യുടെ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോ വിഴിഞ്ഞം പോർട്ട് ഞങ്ങളുടെയാണെന്ന് നമുക്ക് പറഞ്ഞു കളയരുത്. 900 കോടി രൂപ നിങ്ങൾ തരേണ്ടതിൽ ആ 900 കോടി രൂപ നിങ്ങൾ തന്നില്ല. തരണമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഗ്രാൻഡായി തരാം, തിരിച്ചടക്കണം. കേരളത്തിലെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞത്ത് 100 കിലോമീറ്റർ ദൈർഘ്യത്തിൽ കേരളത്തിന്റെ വൻപിച്ച വികസന കുതിപ്പുണ്ടാകുന്ന വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകല്ലേ? ശബരിമല എയർപോർട്ട് സ്ഥലമേറ്റെടുക്കുന്ന അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയല്ലേ? നമ്മുടെ നാട്ടിലെ PW റോഡുകൾ, ഈ MC റോഡ് നോക്കൂ. ഈ MC റോഡ് നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ ചെങ്ങന്നൂരോട്ട് 100 കോടിക്ക് ഇപ്പൊ ഇവിടുന്ന് വീണ്ടും അങ്കമാലിക്ക് പുതിയ റോഡ് വീണ്ടും പണിയല്ലേ? എല്ലാ റോഡും അന്താരാഷ്ട്ര നിലവാരത്തിൽ BMNTC-യിലേക്ക് മാറ്റിയില്ലേ? സ്വപ്ന പദ്ധതികളല്ലേ നടക്കുന്നത്? ആരോഗ്യ രംഗത്ത് എത്ര വലിയ മാറ്റം ആരോഗ്യ രംഗത്തുണ്ടായി.
10,000-ഓളം ആളുകളെ പുതിയതായിട്ട് നിയമിച്ചില്ലേ? ഡോക്ടർമാരെ, നഴ്സുമാരെ, കമ്പൗണ്ടർമാരെ എല്ലാം നിയമിച്ചില്ലേ? വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസം എത്ര മാറ്റം വന്നു. നടക്കാവ് സ്കൂളിൽ ഇന്നലെ ഉദ്ഘാടനം ഉണ്ടായിരുന്ന ഒരു പരിപാടി നമ്മുടെ വകുപ്പിന്റെ. ആ സ്കൂള് പൂട്ടാൻ പോയ സ്കൂളല്ലേ? ആ പൂട്ടാൻ പോയ സ്കൂള് പ്രിസം, MLA-യുടെ പ്രിസം, ഗവൺമെന്റ് പ്രിസം പ്രോജക്റ്റിനകത്ത് ഉൾപ്പെടുത്തി അവിടുത്തെ MLA ആയിരുന്ന CPM നേതാവ് പ്രദീപിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ പോയ സ്കൂൾ കാണണം കേട്ടോ. കേരളത്തിലെ നമ്പർ 1 സ്കൂൾ. ഈ യൂറോപ്പിൽ പോലും ഇത്ര സ്കൂളില്ല, യൂറോപ്പിൽ പോലും. അതാണ് നമ്മൾ പറഞ്ഞത്, വിദേശ രാജ്യത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടെയാണ് നല്ല സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല സ്കൂളാണ്. നമ്മുടെ നാട്ടിലെല്ലാം മാറുകയല്ലേ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്. എന്തുമാത്രം സംരംഭങ്ങൾ നമ്മുടെ കേരളത്തിൽ തുടങ്ങി. ലക്ഷക്കണക്കിന് ജോലി കൊടുക്കുന്ന സംരംഭം കേരളത്തിൽ തുടങ്ങിയില്ല, തുറന്നുകൊണ്ടിരിക്കുകയല്ലേ. വ്യവസായ ഇടനാഴിക, അതിനുവേണ്ടി എത്ര ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ ഒരു ചെറിയ വകുപ്പ് വിശദീകരിച്ചു. ഇപ്പൊ ഞങ്ങൾ 2 അവാർഡ് കഴിഞ്ഞു. ഈ കേരളത്തിലെ ചരിത്രം ആദ്യമായിട്ട് കിട്ടുകയാണ്. ഏറ്റവും ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റ്. ആ മറൈൻ സ്റ്റേറ്റ് ഈ പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റ് ആയിരുന്നത്. പരാതിക്കാൻ പറ്റില്ല, കാരണം നന്നായി പ്രവർത്തിച്ചു. ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളം. ഈ വർഷം കേരളത്തിന് ലഭിച്ചു. ബെസ്റ്റ് മറൈൻ ഡിസ്ട്രിക്ട് ഏത് ജില്ല എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയ്ക്ക് കൂട്ടി നമ്മളിപ്പോൾ അവാർഡ് മേടിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന എല്ലാ പുരസ്കാരവും സംസ്ഥാനത്തല്ലേ കിട്ടുന്നത്. കാരണം അതുപോലെ പ്രവർത്തിക്കുകയാണ്. അതുപോലെ വികസനമല്ല കേരളം നടക്കുന്നത്. അതായത് സ്വപ്നം കണ്ട പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നു. ഈ വികസനത്തെ മുഴുവൻ തുറകം വെക്കല്ലേ. ഇപ്പൊ കേരളയിൽ തുറകം വെച്ചില്ലേ? എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ കേരളയിൽ വന്നപ്പോ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 100ഓളം വീട്ടുകാരെയാണ് കേരളയിൽ വന്നാൽ ബാധിക്കുന്നത്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 1 ലക്ഷം വീടുണ്ടെന്ന് വിചാരിക്കാം, ഏറ്റവും കുറഞ്ഞു. അല്ലെങ്കിൽ 80,000 വീട് എന്നാലും കാണും. 80,000 വീട്ടിൽ 100ഓളം വീടുകൾ. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ആ 100 വീട്ടുകാരെ അനാഥരാജില്ല. നാഷണൽ ഹൈവേ പണിതപ്പോ എത്രായിരം വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു. അവരെല്ലാം പുനരധിവസിപ്പിച്ചു. നല്ല വില കൊടുത്ത് സ്ഥലം ഏറ്റെടുത്തു. കേരളയിൽ വന്നാൽ ഈ 100 വീട്ടുകാരെ പുനരധിവസിപ്പിക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. ആ കേരളയിൽ വന്നാൽ തിരുവനന്തപുരം, കൊല്ലം, ചെങ്ങന്നൂർ സ്റ്റേഷനാണ് 3ാമത്തെ സ്റ്റേഷൻ. എന്താ ഇവിടെ നടന്ന പുതിര്? ഈ ചെങ്ങന്നൂരിൽ SUCI എന്ന് പറയുന്ന ഏതാ സാധനം എനിക്കറിയില്ല. ഒരു സാധനം പാട്ടപ്പിരിവായിട്ടുള്ള പിന്നെ ഒരു 5-8 ആളുകൾ എല്ലാം കൂടെ ചേർന്ന് പെരളശ്ശേരിയിലെ ഒരു 5-6 വീട്ടുകാർ. പിന്നെ അങ്ങോട്ട് പോയാൽ അങ്ങ് ഒഴിവല് വരെ എല്ലാം കൂടെ 10, 25, 30 വീട്ടുകാരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സംബന്ധിച്ചു ഈ കേരളയിൽ വരട്ടെ, ഞങ്ങളുടെ ഭൂമി കൊടുക്കാം. അപ്പോഴാണ് ഒരു ദിവസം പത്രസമ്മേളനം നടക്കുന്നത്. സജി ചെറിയാന്റെ വീടിന്റെ മണ്ടക്കൂട് വന്ന കേരളയിൽ ഇങ്ങനെ മണച്ച് തെക്കോട്ട് മാറ്റി വടക്കോട്ട് നിൽച്ചു. യൂട്ടേൺ അടിച്ചപ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ മണ്ടക്കൂടെ നെഞ്ചത്തോടെ സാധനം പറ്റും, ഈ സന്തോഷം. കാരണം ഈ ഭൂമി വീട് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ ചത്തു കഴിഞ്ഞാൽ പിന്നെ സാധനമില്ല. 3 പിള്ളേരെ കെട്ടിച്ച് വിടാൻ പോകും. പിന്നെ ഇനി ആർക്കുണ്ടാക്കി വെക്കാൻ. അപ്പൊ സജി ചെറിയാന്റെ വീടിന്റെ വീട് വന്നു. പിന്നെ ചേട്ടന്റെ വീടിന്റെ വീട് വന്നു. പിന്നെ MH റഷീദിന്റെ വീട് മുളക്കാൻ വന്നപ്പോൾ നേരെ ഒന്ന് തിരിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിന്റെ പുറകെ കൂടെ വന്ന് MH റഷീദിന്റെ വീടിന്റെ മണ്ടയിൽ കൂടെ കയറി. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ആ പാവങ്ങൾ കൊണ്ടുവന്ന് കളന്നിട്ട കല്ല് മുഴുവൻ ഊരി. രാഷ്ട്രീയം വേണം, രാഷ്ട്രീയം വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വികസനം വരുമ്പോൾ രാഷ്ട്രീയം നോക്കിയാൽ മതിയോ? ഈ കേരളയിൽ വരുന്നതിന് ഗുണം എന്താണ്? നിങ്ങൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം. ലോകത്തെ ഏറ്റവും വലിയ ഹൈസ്പീഡ് റെയിലുള്ള ചൈനയിലാണ്, പിന്നെ ജപ്പാനിലാണ്, പിന്നെ കൊറിയയിലാണ്. ഇന്ന് ചൈനയിൽ ഉള്ള ഏറ്റവും വലിയ ഹൈസ്പീഡ് റെയിലിന്റെ സ്പീഡ് എത്ര? 650 കിലോമീറ്റർ സ്പീഡ്. 650 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കാസർഗോഡ് വരാൻ 1 മണിക്കൂർ വേണ്ട. ഞെട്ടിപ്പോവാണ്. ഇവിടുന്ന് 1 മണിക്കൂർ കാസർഗോഡ് ചെല്ലും. കോൺഗ്രസ്സുകാരോട് വരാൻ പറഞ്ഞ ഇപ്പൊ മൈക്ക് വെച്ച് നമ്മൾ ചിന്ത ഭ്രാന്തല്ലേ അമ്മ എന്ന് പറയുന്നത്. മാർക്സിസ്റ്റുകാർക്ക് ഭ്രാന്തല്ല. ഞങ്ങൾ പഠിച്ചിട്ടാ പറയുന്നത്. ഇവിടെ നിന്ന് കാസർഗോഡ്, ഇവിടെ നിന്നല്ല തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ചെല്ലാൻ 1 മണിക്കൂർ വേണ്ട. 1 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് കാസർഗോഡ് ചെല്ലുന്ന ഒരു റെയിൽ സംവിധാനമല്ല നമ്മൾ ആഗ്രഹിച്ചത്. ഒരു സെമി ഹൈസ്പീഡ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് 4 മണിക്കൂർ ആയിക്കോട്ടെ. ആ ഒരു റെയിൽ സംവിധാനം വരണ്ടേ? നമ്മുടെ നാടുകൾ, നമ്മുടെ കേരളം വികസിച്ചല്ലോ, മാറ്റം വന്നല്ലോ. നമ്മുടെ വീടുകളിലെല്ലാം ഇന്ന് വണ്ടികളാണ്. ഒരു സ്കൂട്ടറെങ്കിലും ഇല്ലാത്ത ഒരു വീട്ടിൽ പേര് പറയാമോ? ആരുടെയും കുറ്റമല്ല. ഒരു വണ്ടി വേണം, ഉടനെ ലോൺ കിട്ടും, ഉടനെ എടുക്കും. ഈ വണ്ടിയെല്ലാം കൂടെ നമ്മുടെ റോഡ് ഇറങ്ങി ഓടും. അടുത്ത 25 വർഷത്തേക്ക് സ്വപ്നം കാണണ്ടേ കേരളത്തെ പറ്റി? നമ്മളൊക്കെ മരിച്ചു പോകും. 25 വർഷം ഞാൻ ഉൾപ്പെടെ മരിച്ചു. ജനങ്ങൾക്ക് മരിക്കത്തില്ല, അവരൊക്കെ ജീവിച്ചിരിക്കും. പക്ഷെ ഞാൻ മരിക്കാൻ സാധിക്കും 25 വർഷത്തേക്ക്. പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ കാണാൻ പറ്റും, എന്റെ സന്തതി, എന്റെ തലമുറയ്ക്ക് കാണാൻ പറ്റും. ഒരു 25 വർഷമെങ്കിലും എടുക്കും ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ. പല തടസ്സങ്ങൾ, ഭൂമി ഏറ്റെടുക്കണം, ഇതിന്റെ പണം ഉണ്ടാകണം, പല രൂപത്തിൽ നടപടികളും നിർമ്മാണം നടക്കണം. ഒരു 25 വർഷത്തിന് ശേഷം ഈ കേരളത്തിൽ ഒരു സെമി ഹൈസ്പീഡ് റെയിൽ വരുമ്പോ ആ റെയിലിന്റെ അടിത്തറ മാധ്യമമാരാണ് ഇവിടുത്തെ BJP കോൺഗ്രസും. ഈ പെരളശ്ശേരി ഭാഗത്ത് ഒരു സ്റ്റേഷൻ വന്നിരുന്നെങ്കിൽ ഈ ചെങ്ങന്നൂർ രക്ഷപ്പെടത്തില്ലേ? വോട്ട് മാത്രമാണ് പ്രശ്നം. അവിടുത്തെ എന്റെ സഹോദരന്മാരായിട്ടുള്ള അവർക്ക് ആർക്കെങ്കിലും അവരെ അനാഥമാവും. ഇപ്പൊ അവരെ കുത്തിയിളക്കിയവരോടൊക്കെ ഞാൻ ചോദിക്കാം, പലരും മാറി, നീ 5-6 പേരുടെ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ആരെങ്കിലും നിരാലംബരാക്കി നിങ്ങളുടെ ഭൂമി ഏറ്റെടുത്ത് നിങ്ങളെ വെറുതെ വിടുവോ? ന്യായ വില തന്ന് നിങ്ങളെ മാറ്റിയാൽ നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുമ്പോ 101% കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് കേരളത്തിൽ നിങ്ങൾ എടുത്തത്? ആ റെയിൽ വരണ്ടേ?
ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പോ BJP ഗവൺമെന്റ് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയ്ക്ക് ഒരു പദ്ധതി ഉണ്ട്. ഈ പദ്ധതി റെയിൽ പോകുന്നത് ഇതുവഴിയാ. ഈ പറയുന്നവരൊക്കെ പറ്റത്തൂടാ. എന്റെ അടുക്ക പത്രക്കാർ ചോദിച്ചു എന്താണ് അഭിപ്രായം. അപ്പം യുവമാരി വിചാരിച്ചു ഞാൻ പോയി ഊരാൻ നിൽക്കുമെന്ന്. ഞാൻ പറഞ്ഞു പമ്പ റെയിൽ വരണം, ഞങ്ങളുടെ പിന്തുണയുന്നുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രി പറഞ്ഞു പമ്പ റെയിൽ വരണം, ഞങ്ങൾ ഇതിലൂടെ. എന്താ കാര്യം? ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ പെള്ളശ്ശേരി വഴി ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന അലൈൻമെന്റ് തയ്യാറാക്കിയിട്ടുള്ള ഈ റെയിൽ പമ്പ വരെ ചെന്ന് ആ റെയിൽ അവിടെ ചെല്ലുമ്പോൾ ചെങ്ങന്നൂരിന്റെ വികസനത്തിനൊരു നേട്ടം, ഒരു കുതിച്ചാട്ടം. ആ പാത കടന്നു പോകുന്ന ഭാഗത്തുള്ളവർക്ക് പുനരധിവാസം ഉണ്ടാവും. ഈ കല്ലൂരിയ ചെന്നിത്തല സാറും ഈ കല്ലൂരിയ കൊടിക്കുന്നിൽ സാറും ഈ കല്ലൂരിയ കോൺഗ്രസ്സുകാരും ഇപ്പൊ ഇടാൻ പോകുന്ന കല്ലൂരുമോ? ഞാൻ വെല്ലുവിളി ചോദിക്കുക, ഇടാൻ പോകുന്ന കല്ലൂരാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങളല്ലല്ലോ ഇടുന്നത്, നിങ്ങൾ ഊരില്ല. അതാണ് നിങ്ങളും ഞങ്ങളുമായിട്ടുള്ള വ്യത്യാസം. ഞങ്ങൾ നിലപാടെടുത്തു, വികസനത്തിന് വേണ്ടി പമ്പ റെയിൽ വരണം, കെ റെയിൽ വരുന്നത് വരണം. ഈ പമ്പ റെയിൽ വന്നാൽ കെ റെയിലിന്റെ ഭാഗത്തു കൂടി പോകുമ്പോൾ അന്ന് എന്തെല്ലാം ദോഷഫലങ്ങൾ ആളുകളുടെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഉണ്ടാവോ അതേ പ്രശ്നം ഇപ്പൊ വരുന്നു. സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ ഒരു പണം അനുവദിക്കാൻ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായാൽ അടുത്ത ദിവസം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഈ ഭൂമി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് സംഘടിപ്പിച്ച് നിങ്ങൾ സമരം ചെയ്യുമോ? ഇതാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് നയം. എന്നുവെച്ചാൽ വികസനത്തിന് എന്നും നിങ്ങൾ എതിരാണ്.